പ്ലസ് ടുവിലെ ഫസ്റ്റ് ടോപ്പിക് നമുക്ക് പഠിക്കാം. പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് റിലേഷൻ സെറ്റ് ആയിട്ടില്ലെങ്കിലും പ്ലസ് ടുവിൽ അലൻ സാർ കാരണം നിങ്ങൾക്ക് സെറ്റ് ആവും. ഏത് റിലേഷൻ? മറ്റേ റിലേഷൻ അല്ല, മാത്സിലെ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്നുള്ള അടിപൊളി ചാപ്റ്റർ നമ്മൾ പ്ലസ് ടുവിലും കൂടി സെറ്റ് ആക്കാൻ പോകുക മക്കളെ. പ്ലസ് വണ്ണിലെ സെയിം ചാപ്റ്ററിൻ്റെ ബാക്കിയാണ് നമ്മൾ പ്ലസ് ടുവിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ? ഇതാണ് മാത്സിലെ ഫസ്റ്റ് ടോപ്പിക്. അടിപൊളിയായിട്ട് പഠിക്കാം. ഇപ്പം തന്നെ ലൈക്ക് ബട്ടൺ അടിക്കുക. പ്ലസ് വണ്ണിൽ മാത്സ് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും നമ്മൾ പ്ലസ് ടുവിൽ അത് തീരുമാനം എടുക്കും, ഫുൾ മാർക്ക് മേടിക്കും. അത് ഞാൻ ലൈക്ക് ബട്ടൺ അടിക്കുക, എൻ്റെ കൂടെ പഠിച്ചു തുടങ്ങാം. ഓക്കെ, റെഡി? നമുക്ക് തുടങ്ങാം. പിന്നെ മക്കളെ, നിങ്ങൾക്ക് പ്ലസ് ടുവിൻ്റെ ഉയരെ ബാച്ച് അഥവാ നീറ്റ് ബാച്ച് അല്ലെങ്കിൽ കീം ബാച്ച് അല്ലെങ്കിൽ കൊമേഴ്സ് ബാച്ച് ജോയിൻ ചെയ്യണമെങ്കിൽ വേഗം ജോയിൻ ചെയ്യുക. ഫുൾ സിലബസ് റെഡിയാണ് മക്കളെ. നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും ബെസ്റ്റ് ക്ലാസ്. ജോയിൻ ചെയ്യാൻ ലേറ്റ് ആക്കേണ്ട, കാരണം എത്ര നേരത്തെ ജോയിൻ ചെയ്യുന്നോ അത്ര നേരത്തെ പഠിച്ചു തുടങ്ങാം. ഫുൾ മാർക്കിലേക്ക് ജേർണി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റെഡി? ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക, അഡ്മിഷൻ എടുക്കുക. ഓക്കെ, റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ പ്ലസ് ടുവിൽ നിങ്ങൾക്ക് പ്ലസ് വണ്ണിൻ്റെ കണ്ടിന്യൂഷൻ ആണെങ്കിലും കുറേ ആൾക്കാർക്ക് ഓർമ്മയുണ്ടാവില്ല. എന്താണ് സർ റിലേഷൻ? എനിക്കൊരു റിലേഷൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് റിലേഷൻഷിപ്പിനെ പറ്റി ഒന്നും അറിയില്ല. വളരെ സിമ്പിൾ. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓർമ്മയുണ്ടോ? രണ്ട് സെറ്റ് വരും, അതിന്റെ ക്രോസ് പ്രൊഡക്റ്റ് അല്ലെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. എന്താണ് സംഭവം? ഇത്രേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, എ എന്ന് പറയുമ്പോൾ 1 2, ബി എന്ന് പറയുമ്പോൾ 3 4. രണ്ട് സെറ്റിന്റെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാം എന്താണ്? ഓർഡേർഡ് പെയർസ് ഫ്രം എ ടു ബി. ഫോർ എക്സാമ്പിൾ, എ ക്രോസ് ബി എന്ന് പറയുമ്പോൾ നോക്കിക്കേ, 1 3 1 4. ഓക്കെ, ഫസ്റ്റ് സെറ്റ് എന്നുള്ള എല്ലാം ഓർഡേർഡ് പെയർ. 1 3 1 4. കഴിഞ്ഞില്ല. 2 3 2 4 2 3 2 4. ഓക്കെ, ഇതാണ് മക്കളെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ടെങ്കിൽ ഒരു ക്രോസ് 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 കമൻസിലിടാം. ഇനി ഈ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന്റെ ഒരു സബ്സെറ്റ് അല്ല, ഏതൊരു സബ്സെറ്റുമാണ് എന്ത്? വാട്ട് ഈസ് ദ സബ്സെറ്റ് ഓഫ് എ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്? ഈ തന്നിരിക്കുന്ന ഏത് രണ്ട് സെറ്റിൻ്റെയും കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഉണ്ട്. അയാളുടെ ഏതേലും ഒരു സബ്സെറ്റ് അല്ലെങ്കിൽ എന്ത് സബ്സെറ്റും നമ്മൾ എന്ത് വിളിക്കും? ഇറ്റ് ഈസ് കോൾഡ് റിലേഷൻ. റിലേഷൻ ആർ ഫ്രം എ ടു ബി ഇസ് എ സബ്സെറ്റ് ഓഫ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. അപ്പം നേരത്തെ ഞാൻ ഇവിടെ കുറേ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എഴുതി, ഒരു കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എഴുതി. അപ്പം ഞാൻ നൈസായിട്ട് എന്ത് ചെയ്യാൻ പോവാം? ഇയാളുടെ ഒരു കോപ്പി എടുക്കാൻ പോകാം. ഓക്കെ, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോ. ഇനി എനിക്ക് ഇയാളുടെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ സബ്സെറ്റ് എന്താ മക്കളെ? അതിൻ്റെ കുഞ്ഞനിയന്മാർ അല്ലേ? കുഞ്ഞനിയന്മാർ. ഞാൻ ഫസ്റ്റ് പറയാണ് ഒരു റിലേഷൻ. ഞാൻ പറയാണ് എന്താണ്? ഞാൻ പറയാണ് ഇയാളെ മാത്രം എടുക്കാം. എന്താണ് റിലേഷൻ? 1 3. 1 3 എന്നുള്ള റിലേഷൻ മാത്രം എടുത്തു, കുഴപ്പമൊന്നുമില്ല. സിംഗിൾട്ടൺ സെറ്റ്, കുഴപ്പമില്ല. റിലേഷൻ 2 ഞാൻ പറയാണ്, എനിക്ക് എൻ്റെ മൂഡ് ഞാൻ ഫസ്റ്റ് ലൈൻ അങ്ങ് എടുക്കാം അല്ലേ? അതെടുക്കാം. 1 3 and 1 4. ഇതെന്താണ്? ഇതൊരു റിലേഷനാണ്. ഇനി ഞാൻ പറയണ R3 ഞാൻ പറയാണ് എനിക്ക് ഒന്നും എടുക്കണ്ട, എനിക്ക് മൂടില്ല. ഇതിനെ എം ടി സബ്സെറ്റ് എന്ന് വിളിക്കും. നൾ സബ്സെറ്റ്, എം ടി സബ്സെറ്റ്. 5 എന്ന് പറഞ്ഞ സാധനമല്ലേ? ഓർ 5. ഓക്കെ, ഇനി ഇങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള പോലെ കുറേ എടുക്കാം അല്ലേ? ഇങ്ങനെ R3 കഴിഞ്ഞു, R4 കഴിഞ്ഞു, ഞാൻ R7 എടുക്കാം. R7 ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. R7 എടുക്കുകയാണ്. ഞാൻ പറയണേ നമുക്ക് മൊത്തം സാധനം എഴുതാം. മൊത്തം സാധനം ഇയാളുടെ സബ്സെറ്റ് സ്വന്തം സബ്സെറ്റ് ആണ്. ഓർമ്മയുണ്ടോ? സബ്സെറ്റ് സ്വന്തം ആണെങ്കിൽ എന്താണ്? അതിന് ഇംപ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയും. ഇതിന് സബ്സെറ്റ് എന്ന് പറയുമ്പോൾ കുഞ്ഞനിയെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ ഇതേ സാധനം ഇതിൻ്റെ സബ്സെറ്റാണ്. ഫോർ എക്സാമ്പിൾ 1 3 1 4. ഓക്കെ, 2 3 2 4. നമ്മളിത് സെറ്റിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താ? ഇംപ്രോപ്പർ സബ്സെറ്റ്. കാരണം സെറ്റിനോട് ഈക്വലായ സബ്സെറ്റാ. അപ്പോൾ ഇതൊരു റിലേഷനാണ്. പക്ഷേ ഈ റിലേഷൻ ഒരു പ്രത്യേക പേരുണ്ട്. എന്താണ്? കാർട്ടീഷ്യൻ പ്രൊഡക്റ്റായിട്ട് ഈക്വൽ ആയതുകൊണ്ടുള്ള റിലേഷൻ ആയതുകൊണ്ട് നമ്മളിതിനെ യൂണിവേഴ്സൽ റിലേഷൻ. എന്താണ്? യൂണിവേഴ്സൽ റിലേഷൻ. ഓക്കെ, യൂണിവേഴ്സൽ റിലേഷൻ ഒരു പേര്. പിന്നെ ഇവിടെ എം ടി സബ്സെറ്റ് ആണ്. നമ്മൾ ഇയാളെ എം ടി റിലേഷൻ എന്ന് പറയും. ഇതൊക്കെ നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ച കാര്യമാണ്. ഓക്കെ, പ്ലസ് വണ്ണിൽ പഠിച്ച കാര്യം. കുറേ റിലേഷൻ ഉണ്ടാവും. എത്ര റിലേഷൻ ഉണ്ടാവും മക്കളെ? ഇവിടെ എത്ര എലമെന്റ്സ് ഉണ്ടോ? 1 2 3 4. അപ്പം നമ്പർ ഓഫ് എ ക്രോസ് ബി 4 ആണെന്ന് ഓർമ്മയുണ്ടോ? നമ്പർ ഓഫ് എ ക്രോസ് ബി 4 ആണെങ്കിൽ, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൽ 4 ആണെങ്കിൽ സബ്സെറ്റിൽ എത്ര ഉണ്ടാവും? നമ്പർ ഓഫ്, ഇതൊക്കെ ഞാൻ പ്ലസ് വണ്ണിൽ പഠിപ്പിച്ച 4 ഓർപ്പിക്കാം. റിലേഷൻസ് ഫ്രം എ ടു ബി. എ ടു ബിയിലേക്കുള്ള റിലേഷൻ 2 raised to number of a into number of b. ഓക്കെ, അപ്പം കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിൽ എത്ര എലമെന്റ് ഉണ്ട്? 4 എലമെന്റ്. അതിന്റെ സബ്സെറ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ 2 raised to 4. 2 raised to 4 എന്ന് പറയുമ്പോൾ 16 റിലേഷൻ ഉണ്ടാവും. 16 റിലേഷനാണ് എയിൽ നിന്ന് ബിയിലേക്ക് ഉണ്ടാവുക. അതിൽ നമ്മൾ ഒരെണ്ണത്തിന് പേരിട്ട് എം ടി റിലേഷൻ. ഒരു എം ടി റിലേഷൻ ഉണ്ടാവും, ഒരു യൂണിവേഴ്സൽ റിലേഷൻ ഉണ്ടാവും. ഓക്കെ, പ്ലസ് ടുവിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള റിലേഷൻ ഇതാണ് മക്കളെ. പ്ലസ് ടുവിൽ പഠിക്കാനുള്ള റിലേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് റിലേഷൻ്റെ ഡൊമെയിൻ, റേഞ്ച്, സെറ്റൊക്കെ അറിയാം. ആ കാര്യങ്ങളൊക്കെ അറിയാലോ. നമുക്ക് പഠിക്കാനുള്ള ടൈപ്സ് ഓഫ് റിലേഷനാണ്. പ്ലസ് വണ്ണിൽ റിലേഷൻ പഠിച്ചു, ഫംഗ്ഷൻ പഠിച്ചു, റേഞ്ച് ഡൊമെയിൻ ഒക്കെ ആയിരുന്നു. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനുള്ളത്
ടൈപ്സ് ഓഫ് റിലേഷൻ. അപ്പോൾ റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരെ പറ്റി ആലോചിക്കാം. ഫസ്റ്റ് കാര്യം, നിങ്ങളെല്ലാവരും പോലെ എം ടി റിലേഷൻ ഒന്നുമില്ല, സാഡായി നടക്കുന്നു, സാറേ മാർക്കും ഇല്ല, റിലേഷനും ഇല്ല, ഒന്നുമില്ല. അതിനാണ് എം ടി റിലേഷൻ, നമ്മൾ നേരത്തെ കണ്ട പോലെ. പിന്നെ ആ കോഴികൾ, യൂണിവേഴ്സൽ കോഴികൾ, അതാണ് യൂണിവേഴ്സൽ റിലേഷൻ. ആരായിട്ട് റിലേഷൻ കിട്ടുമോ അവരായിട്ട് റിലേഷൻ ഉണ്ടാക്കി വെക്കും. ആ 2 ടൈപ്പ് റിലേഷൻ പഠിച്ചു. ഓക്കെ, എം ടി റിലേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി 5 എം ടി സബ്സെറ്റ്. യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുമ്പോൾ ആ ഇംപ്രോപ്പർ സബ്സെറ്റ്, അതാണ് നമ്മളിവിടെ കണ്ട നമ്മുടെ മെയിൻ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ആയിട്ട്, ഇവിടെ അല്ല, അതാ മെയിൻ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ആയിട്ട് ഈക്വൽ ആയിട്ടുള്ള സാധനം. ആ 2 കണ്ടു, അത് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, സിമ്പിൾ സാധനമാണ്. ഇപ്പോൾ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ആയിട്ട് ഈക്വൽ ആയിട്ട് റിലേഷനാണിത്. ഇത് 5 ആയിട്ട് ഈക്വൽ ആയിട്ട് റിലേഷൻ നമ്മൾ 6 വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവരും കിട്ടും. ഇനിയുള്ള 3 ആൾക്കാരാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, +1 നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ +2 എങ്കിലും നന്നാൻ താല്പര്യം ഉണ്ടെങ്കിൽ എക്സാമിനറുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഇപ്പം തന്നെ അഡ്മിഷൻ എടുത്തോ. അലൻ സാറിന് തന്നെ ഈ വർഷം ഫുൾ റെക്കോർഡഡ് ക്ലാസ് കിട്ടും, അതേപോലെ തന്നെ ലൈവ് ക്ലാസ് ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് എക്സാമിനുള്ള ക്വസ്റ്റ്യൻസ് കിട്ടും, എല്ലാം കിട്ടും. ആപ്പിൽ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്താൽ ഫുൾ മാർക്ക് ഉറപ്പാണ് മക്കളെ. സോ നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം ഈ ചാപ്റ്ററിലെ റിഫ്ലെക്സീവ് ടൈപ്സ് ഓഫ് റിലേഷൻ ഉണ്ട്. നമ്മൾ കണ്ടു 16 റിലേഷൻ നേരത്തെ ഉണ്ടായിരുന്നു. യൂണിവേഴ്സലും എം ടിയും ഭയങ്കര സിമ്പിളാണ്. റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്, 3 ടൈപ്പ് റിലേഷൻ. ഇത് നന്നായിട്ട് പഠിക്കണം. അങ്ങനെയാണ് റിലേഷൻ കഴിഞ്ഞു. റിലേഷൻ സെറ്റായി. ഇതെങ്കിലും പഠിക്കാണ്ട് എങ്ങനെയാണ് റിലേഷൻ സെറ്റ് ആവുക? അപ്പോൾ എന്താണ് ഒരു റിലേഷൻ എന്ന് പറഞ്ഞുതരാം. റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്, ഇത് 3 പഠിച്ച് ഇക്വാലൻസും നന്നായിട്ട് മനസ്സിലാവും. അതാണ് ഞാൻ ഈ ടോപ്പിക്കിൽ പഠിപ്പിക്കാൻ പോകുന്നത്. ഇത് വളരെ സിംപ്ലിഫൈഡ് ബേസിക് ക്ലാസ് ആണ്. ഇതിന് ഡീറ്റെയിൽ ക്ലാസ് വേണം നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാം. ആപ്പിൽ ഫുൾ ഡീറ്റെയിൽ ക്ലാസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ റിഫ്ലെക്സീവ്, മക്കളെ നിങ്ങളൊരു മിററിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് കാണുക? ഒരു സുന്ദരനെ. അത് ഞാൻ നോക്കുമ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു സുന്ദരനെ സുന്ദരിനെ കാണും. കാരണം നിങ്ങളെയാണ് കാണുക. നിങ്ങൾ പോയിട്ട് മിററിൽ നോക്കുകയാണെങ്കിൽ എന്താണ് കാണുക? നിങ്ങൾ നിങ്ങളുടെ റിഫ്ലക്ഷൻ കാണും. നിങ്ങളുടെ റിഫ്ലക്ഷൻ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഒരു വ്യത്യാസമില്ല. അതുകൊണ്ട് തന്നെ റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറഞ്ഞാൽ അയാളായിട്ടുള്ള റിലേഷൻ അല്ല. നമ്മൾ മിററിൽ നോക്കുമ്പോൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന എന്താ? നമ്മളെ തന്നെ. അതാണ് പറയുന്നത് റിലേഷൻ ആർ ഓൺ ദ സെറ്റ് എ. ഓൺ സെറ്റ് എന്ന് പറയുമ്പോൾ റിലേഷൻ ഫ്രം എ ടു എ കേട്ടോ, എയിൽ നിന്ന് എ. ഡൊമെയിനും കോഡൊമെയിനും സെയിം സെറ്റാണ്. ഈ സെറ്റ് ബി റിഫ്ലെക്സീവ്. ഇപ്പോൾ കുറേ റിലേഷൻ ഞാൻ കാണിച്ചു, R1, R2, R3, R4. അതിൽ ഏതെങ്കിലും റിഫ്ലെക്സീവ് ആണെങ്കിൽ എന്താണ്? റിഫ്ലെക്സീവ് ആണെങ്കിൽ ഇഫ് എവറി എലമെന്റ് ഓഫ് എ ഇസ് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ്. എ എന്നുള്ള എല്ലാ എലമെന്റും മിററിൽ നോക്കുമ്പോൾ എന്നെ തന്നെ കാണണം. അങ്ങനെ പറയുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ മക്കളെ, എ എന്ന് പറയുന്ന സെറ്റ് ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ, 1, 2, 3. ഓക്കെ, ഇനി ഇതിൻ്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഞാൻ ചെയ്യുന്നില്ല, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാനൊരു റിലേഷൻ എഴുതാം. നോക്കിയാൽ ഒരു റിലേഷൻ എഴുതുന്നതിൻ്റെ റിലേഷൻ ഞാൻ പറഞ്ഞാൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് തരാം. 1, 1, 1, 2, 1, 3, 1, 4 കുറേ ഉണ്ടാവും. ഇനി നോക്കി ഞാൻ പറയണം 1, 1, ഓക്കെ, 1, 2, 2, 1. ഇതൊരു റിലേഷനാണ് ഓൺ ദ സെറ്റ്. എയിൽ നിന്ന് എയിലേക്ക് ഒരു റിലേഷനാണെന്ന് ഞാൻ പറയാം. ആയിക്കോട്ടെ, ഇത് റിഫ്ലെക്സീവ് ആണോ എന്നുള്ള ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷനാണ് എവറി എലമെന്റ് ഓഫ് എ. നമ്മുടെ സെറ്റിൽ 1, 2, 3 എന്നുള്ള 3 എലമെന്റ് ഉണ്ട്. എല്ലാ എലമെന്റും ഏതെങ്കിലും എല്ലാ എലമെന്റും ഇസ് റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ്. അങ്ങനെ പറഞ്ഞാൽ 1 കഴിഞ്ഞാൽ 1 ഉണ്ടാവണം. 1, 1 ഉണ്ട്. ഓക്കെ, കുഴപ്പമില്ല, ഞാൻ ടിക്കറ്റ് തരാം. 1, 1 ഉണ്ട്. ഓക്കെ, 1, 2 നമുക്ക് വിഷയമല്ല, അത് പറഞ്ഞിട്ടില്ല. 2, 1 അത് പറഞ്ഞില്ല. 1 1നോട് റിലേറ്റഡ് ആയിരിക്കണം, 2 2നോട്. കാരണം മിററിൽ നോക്കുമ്പോൾ നമ്മുടെ സ്വന്തം കാണണം. 2 2നോട് റിലേറ്റഡ് ആയിരിക്കണം, 3 3നോട് റിലേറ്റഡ് ആയിരിക്കണം, എല്ലാ എലമെന്റും. അപ്പോൾ ഇത് റിഫ്ലെക്സീവ് അല്ല. ഇത് റിഫ്ലെക്സീവ് ആണോ? R എന്ന് പറയുമ്പോൾ അല്ല. റിഫ്ലെക്സീവിന് ഞാൻ R നോട്ടി. ഞാൻ വേറെ ഒരു സെറ്റ് തരാം, ഒരു റിലേഷൻ തരാം, R2. ഞാൻ പറയണം 1, 1, 2, 2, 3, 3. ഇതൊരു സിമ്പിൾ റിലേഷനാണ്. R2 ഞാൻ പേരിട്ട് തരാം. ഇത് റിഫ്ലെക്സീവ് ആണോ? ഇത് റിഫ്ലെക്സീവ് ആണോ എന്ന് നോക്കിയാൽ 1 1ലേക്ക് റിഫ്ലക്റ്റ്. 1 ഇവിടെ നിന്ന് മിററിലേക്ക് നോക്കുമ്പോൾ സുന്ദരൻ, ഞാൻ 1 അവിടെ ഉണ്ട്, റെഡി. 2 എല്ലാ എലമെന്റും ഉണ്ട്. 2 നോക്കുമ്പോൾ 2നെ റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ്. 2 നോക്കുമ്പോൾ 2നെ കിട്ടുന്നു. 3 നോക്കുമ്പോൾ 3നെ കിട്ടുന്നു. ഓക്കെ, ഹാപ്പി. എല്ലാ എലമെന്റും ആയോ? 1 സ്വന്തം റിലേറ്റഡാ, 2 സ്വന്തം റിലേറ്റഡാ, 3 സ്വന്തം റിലേറ്റഡാ. കണ്ടീഷൻ നോക്കുക, ഇഫ് എവറി എലമെന്റ് ഓഫ് എ, സെറ്റിലെ എല്ലാ എലമെന്റും സ്വന്തം റിലേറ്റഡ് ആണെങ്കിൽ ഇറ്റ് ഈസ് റിഫ്ലെക്സീവ്. ഇത് റിഫ്ലെക്സീവ് ആണ്. അപ്പോൾ ഇത്രയും ഉണ്ടെങ്കിൽ ഒരു റിലേഷൻ റിഫ്ലെക്സീവ് ആണ്. സെറ്റിന്റെ ഇതിനോട് എല്ലാം റിലേറ്റഡ് ആണെങ്കിൽ. ഒരു എക്സാമ്പിൾ ഞാൻ നൽകാം. ബി എന്ന് പറഞ്ഞ സെറ്റ് ഞാൻ തരാം കേട്ടോ. ബി എന്ന് പറഞ്ഞ സെറ്റ് XYZ. ഓക്കെ, ഞാൻ നിങ്ങൾക്കൊരു റിലേഷൻ തരാണ് R1. ഓക്കെ, ഞാൻ പറയാണ് XX, YY, ZZ, ഓക്കെ, ആൻഡ് XY.
ഇനി നിങ്ങളുടെ ഡ്യൂട്ടി എന്താണ് മക്കളെ? ഈ സാധനം ഈ R1 റിഫ്ലെക്സീവ് ആണോ യെസ് ഓർ നോ എന്ന് കമന്റ്സിൽ അറിയിക്കാം. ഇസ് R1 റിഫ്ലെക്സീവ് ഓൺ ദ സെറ്റ് ബി? ഈ സെറ്റ് വെച്ച് നോക്കിയാൽ ഇത് റിഫ്ലെക്സീവ് റിലേഷൻ ആണോ യെസ് ഓർ നോ എന്ന് കമന്റ് ചെയ്യുക. എല്ലാ എലമെന്റിനും സ്വന്തമായിട്ട് റിലേറ്റഡ് ആണെന്ന് നോക്കുക. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ്സിൽ ഡൗട്ട് അടിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് റിഫ്ലെക്സീവ് റിലേഷൻ എന്താണെന്ന് മനസ്സിലായി. നമ്മൾ റിഫ്ലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കും സാർ. ഓക്കെ, സിമ്പിൾ. നെക്സ്റ്റ് നമുക്ക് സിമെട്രിക്. മക്കളെ സിമെട്രി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ സാധനം പകുതിക്ക് മുറിച്ച് ഇപ്പുറത്തും അപ്പുറത്തും സെയിം പോലെ അല്ലേ? അപ്പം നമ്മുടെ മുഖമൊക്കെ കുറേയൊക്കെ സിമെട്രിക് അല്ലേ, പക്ഷെ കറക്റ്റ് അല്ല. ഫോർ എക്സാമ്പിൾ നിങ്ങളിതാ ഈ ഹാർട്ട് ഇവിടെയും ഇങ്ങോട്ട് സെയിമാ, ഈ പെൻഡഗൺ അങ്ങോട്ടും ഇങ്ങോട്ടും സെയിമാ. അതേപോലെ താജ്മഹൽ. ഓക്കെ, താജ്മഹൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? സിമെട്രിക് ആയിട്ടാണ്. പക്ഷെ നിങ്ങൾ പോയിട്ട് നടുക്കിൽ നിന്ന് കൊളാക്കിയ പ്രശ്നം വേണ്ട. ഇപ്പുറത്തേക്ക് സെയിം അപ്പുറത്തേക്ക് സെയിം, അതാണ് റിഫ്ലെക്സീവ് എന്ന് പറയാം. അപ്പം സിമെട്രിക് എന്ന് പറയാം. ഓക്കെ, സിമെട്രിക് ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് സെയിം. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് സെയിം. അതേപോലെ നിങ്ങൾ സിമെട്രിക് റിലേഷൻ്റെ പ്രത്യേകത കണ്ടീഷൻസ് അറിയാം. റിലേഷൻ ഡിഫൈൻഡ് ഓൺ ദ സെറ്റ് ഇസ് സെറ്റ് ടു ബി സിമെട്രിക് ഇഫ് ഉണ്ട് കേട്ടോ, അല്ലാണ്ട് വെറുതെ എവറി ഒന്നുമില്ല. നമുക്ക് തുടങ്ങാം. ഇഫ് എ ബി ബിലോങ്സ് ടു ആർ, അങ്ങനെ പറഞ്ഞാൽ എ കോമ ബി എന്നുള്ള ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ, റിലേഷനിൽ ഉണ്ടെങ്കിൽ ദെൻ എന്നുള്ള വാക്ക് ശ്രദ്ധിക്കുക. ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്താൽ മതി. നേരത്തെ എല്ലാ എലമെന്റും ഉണ്ടാവണമെന്നാണ് ഇവിടെ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സിമെട്രി എ ബി ഉണ്ടെങ്കിൽ അതിനെ ട്വിസ്റ്റ് ചെയ്തിട്ട് സിമെട്രി ആക്കിയാൽ എ ബി ബി എ ഇവിടുന്ന് തിരിച്ചിടുന്ന പോലെ. അപ്പോൾ ബി എ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ എ ബി ഉണ്ടെങ്കിൽ ബി എ ഉണ്ടാവണം എന്നാ. എ ബി ഇല്ലെങ്കിൽ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നോക്കിയാൽ ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുമ്പോൾ ഞാൻ 1 2 3 തരുന്നു. ഓക്കെ, ഞാൻ R1 തരുന്നു. എന്താണ് ഞാൻ തരാണ്? ഇത് 1 1 2 2 3 3. ഓക്കെ, ഇത് നിങ്ങളോട് ചോദിക്കുകയാണ് ഇത് റിഫ്ലെക്സീവ് ആണോ? റിഫ്ലെക്സീവ് നേരത്തെ എല്ലാ എലമെൻറ്റും സ്വന്തമായിട്ട് റിലേറ്റഡ് ആണ്. 1 1 2 2 3 3. ഇത് റിഫ്ലെക്സീവ് ആണ്. റിഫ്ലെക്സീവ്. സിമെട്രിക് ആണോ? സിമെട്രിക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? സിമെട്രിക് എന്ന് പറഞ്ഞാൽ എ ബി ഉണ്ടെങ്കിൽ ബി എ ഉണ്ടാവണം. എ ബി ഉണ്ട് എന്നല്ല പറഞ്ഞു, ഉണ്ടെങ്കിൽ ബി എ ഉണ്ടാവണം. മക്കളെ ഇവിടെ 1 2 എന്നുള്ള നമ്പർ ഉണ്ടോ? അല്ലെ ഫോർ എക്സാമ്പിൾ അത് വിട്. 1 1 ഉണ്ട്, അതിന് തിരിച്ചിട്ട് എന്താ കിട്ടുക? 1 1 അതുണ്ട്. 2 2 ഉണ്ട്, അത് തിരിച്ചിട്ട 2 2 കിട്ടും. 3 3 ഉണ്ട്, അത് തിരിച്ചിട്ട 3 3 കിട്ടും. അപ്പം ഞാൻ നോക്കുമ്പോൾ എല്ലാ എലമെന്റിന്റെയും സിമെട്രി ഇതിൽ തന്നെ ഉണ്ട് അല്ലേ? 1 1 തിരിച്ചിട്ട 1 1 തന്നെ, 2 2 തിരിച്ചിട്ട് 2 2 തന്നെ, 3 3 തിരിച്ചിട്ട്. അപ്പോൾ ഇത് സിമെട്രിക്കാ. ഓക്കെ, ഇത് നിങ്ങൾക്ക് സിമെട്രിക്കിന് ശരിക്കത്തെ ക്വസ്റ്റ്യൻ വരണമെങ്കിൽ ഇതാ R2 നോക്കിയാൽ 1 2 2 1 3 1. ഇത് സിമെട്രിക് ആണോ? സിമെട്രിക് നോക്കണമെങ്കിൽ 1 2 ഉണ്ട്, 1 2 ഉണ്ട്. അപ്പോൾ അവനെ തിരിച്ചിട്ടിട്ടുള്ളുണ്ട്. 1 2ന്റെ സിമെട്രിയാണ് 2 1. ഓക്കെ, 1 2 2 1 അങ്ങോട്ടും ഇങ്ങോട്ടും സിമെട്രിക്കൽ. അപ്പോൾ അത് സമാധാനം. 3 1 ഉണ്ട്, അപ്പോൾ ഇത് സിമെട്രിക്കൽ അല്ല. കാരണം എന്താ? കാരണം 3 1 ഉണ്ട്, 1 3 ഇല്ല. ഇയാളുടെ സിമെട്രി എവിടെ പോയി? ഇയാളുടെ 1 3 ഇല്ലാത്തതുകൊണ്ട് 1 3 ഇല്ല. 1 3 ഉണ്ടായിരുന്നെങ്കിൽ സിമെട്രിക്കൽ ആവും. ഓക്കെ, 1 3. അപ്പം ഇവിടെ നോക്കിയാൽ ഇവിടെ 1 3 കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സിമെട്രിക്കൽ ആവും അല്ലേ? തിരിച്ചും മറിച്ചിട്ട പോലെ. അപ്പോൾ ഇത് സിമെട്രിക്കൽ റിലേഷൻ അല്ല. ഓക്കെ, റിഫ്ലെക്സീവ് ആണോ? അല്ല, കാരണം 1 1 2 2 3 3 വേണം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. R3. ഓക്കെ, ഇത് കമൻസിൽ അറിയിക്കണം ആൻസർ. 1 3 2 1 ആൻഡ് 3 2. ഇതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ എന്തൊക്കെ എലമെൻറ്റ്സ് വന്നാൽ സിമെട്രിക്കൽ ആവുക? ഈ റിലേഷൻ എനിക്ക് സിമെട്രിക്കൽ ആക്കണം. ഓക്കെ, സിമെട്രിക്കൽ ആക്കണം. ഇപ്പം സിമെട്രിക്കൽ അല്ല, കാരണം 1 3ൻ്റെ സിമെട്രി കാണുന്നില്ല, 3 2ൻ്റെ സിമെട്രി കാണുന്നില്ല. ഏതൊക്കെ എലമെൻറ്റ്സ് കൂട്ടിയാലേ ഇത് സിമെട്രി ആവാൻ നിങ്ങൾ കമൻസിൽ അറിയിക്കാം. ഓക്കെ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളത് ചിന്തിക്കുക, ആൻസർ ഇടുക. എന്നാൽ നിങ്ങൾക്കത് ഉറപ്പായി എങ്ങനെയാണ് സിമെട്രി ആവാന്ന്. ഇതിൻ്റെ തല തിരിച്ചിട്ടുള്ള വേർഷനും ഉണ്ടാവണം. ഇതുണ്ടെങ്കിൽ അതുണ്ടാവണം. എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്? ഓക്കെ, ഇപ്പോൾ സിമെട്രി മനസ്സിലായി. ഇനി ലാസ്റ്റ് ട്രാൻസിറ്റീവ് വളരെ സിമ്പിളാണ്, പക്ഷെ ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, റിലേഷൻ ഓൺ ആർ സെറ്റ് ടു ബി ട്രാൻസിറ്റീവ് ഇഫ് എന്ന് പറഞ്ഞാൽ ഇഫ് ആൻഡ് ഉള്ളി ഇഫ്, IFF എന്ന് പറഞ്ഞാൽ 2 കണ്ടീഷൻ ഉണ്ട്. എ ബി എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, എ കോമ ബി എന്നുള്ള എലമെന്റ് ഉണ്ട്. അതേസമയം ഈ ബിയിൽ എൻഡ് ചെയ്യുന്നത്, ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ എലമെന്റ് ഉണ്ട്. അപ്പോൾ എ ബി ഉണ്ട്, BC ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സ്റ്റാർട്ടിങ് എലമെൻറ്റും ഇവിടുത്തെ എൻഡിങ് എലമെൻറ്റും ഉണ്ടാവണം, AC ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ AB ഉണ്ട്, BC ഉണ്ട്. അങ്ങനെയാണെങ്കിൽ AC ഉണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയണ 1 2 ഉണ്ട്, 2 1 ഉണ്ട്, 1 2 ഉണ്ട്, 2 3 ഉണ്ട്. ഓക്കെ,
എ ബി ഉണ്ട് ബി സി ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ലാസ്റ്റും സെക്കൻഡ് എലമെൻറ്റിൻ്റെ ഫസ്റ്റും. ഓക്കെ, അപ്പോൾ അവർ തമ്മിൽ ലിങ്ക് ആയി. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഫസ്റ്റ് എലമെൻറ്റും ഇവനും ഉണ്ടെങ്കിൽ ഇതും കൂടി ഉണ്ടാവണം, എന്നാലും ട്രാൻസിറ്റീവ്. ഇപ്പം റിലേഷൻ ട്രാൻസിറ്റീവ് അല്ല, ഇപ്പം ട്രാൻസിറ്റീവ് അല്ല. കാരണം 1 2 ഉണ്ട്, 2 3 ഉണ്ട്. 1 3 ഉണ്ടോ? എനിക്ക് കാണുന്നില്ല. അപ്പോൾ 1 3 കൂടി ഉണ്ടെങ്കിൽ ഇപ്പോൾ ട്രാൻസിറ്റീവാണ്. ഇതൊരു ട്രാൻസിറ്റീവ് റിലേഷനാണ്. റിലേഷൻ ഇസ് ട്രാൻസിറ്റീവ്. ടീന് ഞാൻ ടിക്ക് ഇടാം. ഓക്കെ, ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെയാണ് ചെക്ക് ചെയ്യുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ നോക്കിയാൽ ഇത് ട്രാൻസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ 1 2 2 1 ഇത് ട്രാൻസിറ്റീവ് ആണോ? നോക്കി, വളരെ സിമ്പിൾ. സി എപ്പോഴും നോക്കണ്ടേ 1 2 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ എന്തൊക്കെയുണ്ട്? സി 1 2 ഈ 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന 2 1 ഉണ്ട്. അപ്പം എ ബി ഉണ്ട്, ബി സി ഉണ്ട്. അപ്പം ഇത് അറ്റങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യണം. ഇതുണ്ടോ? 1 1 ഉണ്ടോ? ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ട്രാൻസിറ്റീവ് അല്ല. 1 1 ഇട്ടാൽ ട്രാൻസിറ്റീവ് ആവും. ഓക്കെ, സി ട്രാൻസിറ്റീവ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, ഇവിടെ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു വളരെ സിമ്പിൾ എക്സാമ്പിൾ കാണിച്ചു തരാം. അലൻ സാർ, അലക്സ് സാർ. ഇനി അലക്സ് സാറിന് ഒരു വലിയ ചേട്ടനുണ്ടെന്ന് വിചാരിച്ചാൽ പപ്പൻ സാർ. ഓക്കെ, നിങ്ങളെ പണ്ട് കെമിസ്ട്രി പഠിപ്പിച്ചാൽ അല്ലേ, പപ്പൻ സാർ. നോക്കിയേ, അലൻ സാറിൻ്റെ ചേട്ടനാണ് അലക്സ് സാർ. എൻ്റെ ബ്രദർ, എൽഡർ ബ്രദറാണ് അലക്സ് സാർ. അലക്സ് സാറിൻ്റെ എൽഡർ ബ്രദറാണ് പപ്പൻ സാർ. ട്രാൻസിറ്റിവിറ്റി റൂൾ പ്രകാരം, ട്രാൻസിറ്റിവിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ പറയാം, അങ്ങനെയാണെങ്കിൽ അലൻ സാറിൻ്റെയും ബ്രദറാണ്, വലിയ ചേട്ടനാണ് പപ്പൻ സാർ. ശരിയല്ലേ? എൻ്റെ ചേട്ടൻ്റെ ചേട്ടൻ എന്ന് പറയുമ്പോൾ എൻ്റെ ചേട്ടനുമാണ്. അതാണ് ശരിക്കും ട്രാൻസിറ്റിവിറ്റി. വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എ ബി സി. ഓക്കെ, ഇത് യൂഷ്വലി നിങ്ങൾക്കൊക്കെ നടക്കുന്ന കാര്യമാണ്. നിങ്ങൾ തൊട്ടടുത്ത ആളുടെ ബുക്കിൽ കുത്തി വരയ്ക്കുന്നു. ഓക്കെ, അവൻ വേറൊരാളുടെ ബുക്കിൽ കുത്തി വരയ്ക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മൊത്തം സർക്കിൾ തിരിച്ചു വരുന്ന സിമ്പിൾ സൊല്യൂഷൻ പറഞ്ഞുതരാം. ഇനി അതേ സൊല്യൂഷൻ ഞാനൊരു വയലൻസ് അല്ലാണ്ട് കാണിച്ചത്, ഒരു തല്ല്, സിമ്പിൾ തല്ല്, ഒരു കുട്ടിക്കളി തല്ല്. ഓക്കെ, എ ബീനെ തല്ലി. ഓക്കെ, എ ബീനെ തല്ലി. ബീനെ ദേഷ്യം വന്നിട്ട് ബീനെ എനെ പേടി വന്നു. അപ്പോൾ ബി സീനെ തല്ലി. ഓക്കെ, ശരിക്കും പറയുകയാണെങ്കിൽ മാത്തമാറ്റിക്കലി ഈ സൊല്യൂഷൻ ഇവിടെ നമുക്ക് ഈ തല്ല് ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. എ ബീനെ തല്ലി, ബി സീനെ തല്ലി. ബീനെ ഒരു തല്ല് കിട്ടി, ബി ഒരു തല്ല് കൊടുത്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നെറ്റ് ഈവണം അല്ലേ, ഒന്നും ചെയ്തിട്ടില്ലാത്ത പോലെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നൈസ് സൈഡ് ഇവനെ ഒഴിവാക്കിയിട്ട് എ സീനെ തല്ലിയെന്ന് പറഞ്ഞാൽ പോരെ. അപ്പോൾ അവൻ ഒഴിഞ്ഞായിട്ട് നോക്കിയേ, എന് ഇത്രയായിട്ടൊരു തല്ല് കിട്ടിയില്ല, സീനാണ് തല്ല് കിട്ടി. അപ്പോൾ എ സീനെ തല്ലി എന്ന് പറഞ്ഞാൽ പോരെ. ഇതാണ് ട്രാൻസിറ്റിവിറ്റി. ഇവനെ തല്ലി, ഇവനെ തല്ലി. ശരിക്കും പറഞ്ഞാൽ ഇവനെ തല്ലി ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത പോലെയാണ്. അതാണ് ട്രാൻസിറ്റിവിറ്റി. ഇഷ്ടമുള്ള പോലെ ആലോചിച്ചോ, ഇതാണ് ട്രാൻസിറ്റിവിറ്റി. ഓക്കെ, ഇനി ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിനി ചെക്ക് ചെയ്യാം. നമുക്കൊരു സെറ്റും തരും, കുറച്ച് റിലേഷനും തരും. നമ്മളത് റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണെന്ന് ചെക്ക് ചെയ്യും. മൂന്നുമാണെങ്കിൽ നമ്മളതിനെ ഈക്വി വാലൻസ് എന്ന പേരിടും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ഒരു റിലേഷൻ കിട്ടിയാൽ സിമെട്രിക്, റിഫ്ലെക്സീവ്, RST റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. ഇത് റിഫ്ലെക്സീവ് ആണ്. റിഫ്ലെക്സീവിന് വാശിയുള്ള കണ്ടീഷനാണ് സ്വന്തം റിലേറ്റഡ് അടിക്കണം എല്ലാ എലമെൻറ്റും. അപ്പം 1 2 3 ഉണ്ടെങ്കിൽ 1 1 2 2 3 3 ഉണ്ടാവണം. അപ്പം 1 1 2 2 3 3 ഉള്ളതുകൊണ്ട് റിഫ്ലെക്സീവ് ആണ്. ഓക്കെ, സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഇഫ് എ ബി എക്സിസ്റ്റ്, എ ബി ഉണ്ടെങ്കിൽ ബി എ ഉണ്ടാവണം അല്ലേ. എ ബി ഉണ്ടെങ്കിൽ ബി എ ഉണ്ടാവണം. അപ്പം ഉണ്ടെങ്കിൽ മതി, ഇവിടെ എല്ലായിടത്തും ഉണ്ടാവണം. ഫോർ എവറി എന്ന് പറയട്ടെ, ഫോർ എവറി എ ഉണ്ടാവണം. ഇവിടെ നോക്കിയാൽ ഇഫ് എ ബി, ഇവിടെ എ ബി എന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ എല്ലാത്തിനും സിമെട്രി ഉണ്ട്. അപ്പോൾ ഇവിടെ സിമെട്രിക് ആണ്. ട്രാൻസിറ്റീവ് ആണോ? ട്രാൻസിറ്റീവ് കണ്ടീഷൻ എന്താ പറഞ്ഞത്? എ ബി ഉണ്ടെങ്കിൽ അതേപോലെ ബി സി ഉണ്ടെങ്കിൽ, എങ്കിൽ ഇത് രണ്ട് കണ്ടീഷൻ ഉണ്ടെങ്കിൽ എ സി ഉണ്ടായാൽ മതി. ഇവിടെ എ ബി ഇല്ല, ബി സിയിൽ എല്ലാം സെയിം എലമെൻസാണ്, എ ബി ബി സി സി ആണ്. അതുകൊണ്ട് ഈ ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യണ്ട. അപ്പം ഇത് ചെക്ക് ചെയ്യണമെങ്കിൽ തന്നെ അപ്പം തന്നെ നമുക്ക് പറയാം ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് മൂന്നുമാണെങ്കിൽ നമ്മൾ ഇതിനെ വിളിക്കും ഈക്വി വാലൻസ് റിലേഷൻ. എന്താണ് ഈക്വി വാലൻസ് റിലേഷൻ? മൂന്നുമാണെങ്കിൽ. ഓക്കെ, ഒരു ക്വസ്റ്റിനും കൂടി ഞാൻ നിങ്ങൾക്ക് തരാം, നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് സിമെട്രിക് ആണോ, റിഫ്ലെക്സീവ് ആണോ, ട്രാൻസിറ്റീവ് ആണോ നോക്കിയാൽ. ആദ്യം നമുക്ക് റിഫ്ലെക്സീവ് ആണോ ചെക്ക് ചെയ്യാം. 1 1 2 2 3 3 ഉണ്ടോ? 3 3 ഉണ്ട്, 1 1 ഇല്ല, 2 2 ഇല്ല. അപ്പോൾ റിഫ്ലെക്സീവ് അല്ല. ഓക്കെ, 1 1 2 2 ഇല്ലാത്തതുകൊണ്ട്. സിമെട്രിക് ആണ്. 1 2ൻ്റെ സിമെട്രി ഇവിടെ ഉണ്ട് അല്ലേ. 1 2ൻ്റെ സിമെട്രി ഇവിടെ ഉണ്ട്. 2 3ൻ്റെ സിമെട്രി കാണുന്നത്. 2 3ൻ്റെ 3 2 അവിടെ പോയി, 3 2 ഇല്ല. അപ്പോൾ സിമെട്രിക് അല്ല. അപ്പം തന്നെ പറയാം. ട്രാൻസിറ്റീവ് ആണോ ചെക്ക് ചെയ്യാം. അപ്പം നോക്കിയാൽ വളരെ ഒരു സാധനം അല്ല എന്ന് പറയാൻ ഒരു എക്സാമ്പിൾ മതി അല്ലേ. തെറ്റാണെന്ന് പറയാൻ ഒരു നിങ്ങൾ ഫുൾ ആൻസറിൽ ഒരു സ്റ്റെപ്പ് തെറ്റിയാൽ മിസ് പറയും, മൊത്തം മാർക്ക് കട്ട് ചെയ്യുന്നു അല്ലേ. അതേപോലെ കറക്റ്റ് ആണെങ്കിൽ എല്ലാം കറക്റ്റ് ആണ്. അതേപോലെയാണ് മാത്തമാറ്റിക്സ്. ഓക്കെ, അപ്പം സിമെട്രിക് അല്ലാണെന്ന് മനസ്സിലായി. ഇനി ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ 1 2
2 3 അല്ലേ 1 2 2 3 അപ്പം 1 2 2 3 അപ്പം 1 3 ഉണ്ടോ 1 3 ഉണ്ട് 1 3 ഉണ്ട് ഓക്കെ 1 3 ഉണ്ട് ഓക്കെ അപ്പോൾ അവിടെ കുഴപ്പമില്ല ഓക്കെ ഒരു ട്രാൻസിറ്റ് ഒരെണ്ണം ശരിയായ പോലെ എല്ലാം ശരിയാവണം ഓക്കെ ഇനി ഇവിടെ നോക്കിയാൽ 1 2 2 1 1 2 2 1 അങ്ങനെയാണ് 1 1 ഉണ്ടോ 1 1 ഇല്ല അപ്പം 1 1 ഇല്ല 1 1 ഇല്ലാത്തതുകൊണ്ട് ട്രാൻസിറ്റീവ് അല്ല കഴിഞ്ഞു ഒരു തെറ്റ് പറ്റിയാൽ നമുക്ക് പറയാം അതല്ല എന്ന് പക്ഷേ ശരിയാണെങ്കിൽ എല്ലാം ചെക്ക് ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് റിഫ്ലെക്സീവ് ആണ് റിഫ്ലെക്സീവ് സിമെട്രിക്കും ട്രാൻസിറ്റീവ് അല്ല മനസ്സിലായി ഇത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇക്വാലൻസ് റിലേഷൻ ആണോ ഓക്കെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ മക്കൾ ഇതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ഓക്കെ ഇതൊന്നല്ല കുറേ ക്വസ്റ്റ്യൻസും PYQസും ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം കൂടി ആയിട്ട് നിങ്ങൾക്ക് ഉയരെ ബാച്ച് ഉണ്ട് നിങ്ങൾ കൊമേഴ്സ് ആരാണെങ്കിൽ നിങ്ങൾക്ക് കൊമേഴ്സിൻ്റെ ബാച്ചും ഉണ്ട് 6,000 ആണ് ഒരു വർഷത്തെ ഫുൾ ഫീ വരുന്നത് ഫുൾ സിലബസ് റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് വീക്ക്ലി ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടാവും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ട് ലൈവായിട്ട് പിന്നെ അതുപോലാതെ നിങ്ങൾക്ക് PYQസിൻ്റെ ഫുൾ കാര്യങ്ങളും PDF നോട്ട്സും ആൻഡ് ഇതല്ല സ്റ്റോക്ക് തീരുന്നവരെ ബുക്സ് കുറച്ചും കൂടി ബാക്കിയുണ്ട് 1240 രൂപ വരുന്ന ബുക്സ് ഫ്രീ ആയിട്ട് കിട്ടണമെങ്കിൽ വേഗം അഡ്മിഷൻ എടുക്കുക ഇതുപോലാതെ നിങ്ങൾക്ക് നീറ്റ് ബാച്ചിൻ്റെ +2 സയൻസ് വിത്ത് നീറ്റ് അതേപോലെ +2 കീം വിത്ത് സയൻസ് ഓക്കെ ബേസിക്കലി നിങ്ങൾക്ക് നീറ്റിനോ കീമിനോ പ്രിപ്പയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ +2 തന്നെ അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ മക്കളെ അത് മൊത്തം പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ബാച്ചുണ്ട് 8,999 ആണ് ഫീസ് വരിക ഇതിൽ സയൻസ് ബാച്ച് ഇൻക്ലൂഡഡ് ആണ് വേറെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല എന്ത് അഡ്മിഷൻ എടുക്കണമെങ്കിലും ഇതാ മക്കളെ ഈ നമ്പറിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക വേഗം തന്നെ അഡ്മിഷൻ എടുത്തോളൂ ഓക്കെ ഇനി ഇതാ നിങ്ങൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞു ഇത്രയും ഇപ്പോൾ എത്ര മിനിറ്റ് 20 മിനിറ്റ് നിങ്ങൾ ഫസ്റ്റ് ടോപ്പിക്ക് മൊത്തം പഠിച്ചു എന്നുള്ള കാര്യം നോക്കുക ഈ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഈ ക്വസ്റ്റ്യൻസ് ഓവർ ലെങ്ത് ആണ് ഞാൻ ചെയ്യുന്നില്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ ചെയ്യാൻ റെഡിയാണ് എക്സസൈസ് 1.1 ആണ് സ്വന്തം ചെയ്യുക അടിപൊളിയായിട്ട് പഠിക്കുക +2 മാത്സ് ഫുൾ ഞാൻ സെറ്റാക്കി തരും അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ജോയിൻ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ആൻസർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ടാറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ്